എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. IPL ഇന്ന് തീപാറും എലിമിനേറ്റർ പോരാട്ടമാണ്. ആദ്യ ക്വാളിഫയറിൻ്റെ ഹാങ് ഓവറൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെയാണ് എലിമിനേറ്റർ പോരാട്ടം എത്തിയിട്ടുള്ളത്. അഹമ്മദാബാദിലാണ് രാജസ്ഥാൻ റോയൽസും RCBയും തമ്മിലുള്ള ക്ലാസിക് എലിമിനേറ്റർ പോരാട്ടത്തിന് കൊടികയറാൻ പോകുന്നത്. തോറ്റാൽ പുറത്താകും എന്നതിനാൽ തന്നെ ഇരു ടീമിനും ഇന്ന് ജീവൻ മരണ പോരാട്ടം. സീസണിൽ നമുക്കറിയാം, തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷം അവസാന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ SRH പഞ്ചാബിനെ വീഴ്ത്തിയതോടെയായിരുന്നു രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. എന്നാൽ തുടർച്ചയായ മത്സരങ്ങൾ വിജയിച്ചു വന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന് അവസാന പോരാട്ടത്തിൽ റൺ റേറ്റിൽ മറികടന്നാണ് RCB പോയിന്റ് ടേബിളിലെ 4-ാം സ്ഥാനത്തെത്തി പ്ലേ ഓഫിൽ എലിമിനേറ്റർ കളിക്കാനുള്ള ക്വാളിഫൈ ചെയ്തത്. ഒറ്റ നോട്ടത്തിൽ ഈ മത്സരത്തെ ഇൻഫോം വേഴ്സസ് ഔട്ട് ഓഫ് ഫോം മാച്ച് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം തുടർച്ചയായി 6 മത്സരങ്ങൾ ജയിച്ച് പ്ലേ ഓഫ് ഉറപ്പിച്ച് മിന്നും ഫോമിൽ നിൽക്കുന്ന ഫാഫ് ഡുപ്ലസിയും സംഘവും സീസണിലെ അപരാജിത കുതിപ്പിന് ശേഷം തുടർച്ചയായി 4 മത്സരങ്ങൾ പരാജയപ്പെടുകയും അവസാന മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയും ചെയ്ത രാജസ്ഥാൻ റോയൽസ്. പക്ഷേ അതെല്ലാം കടലാസിൽ മാത്രം. കളിക്കളത്തിൽ ഇരു ടീമിനും ഇന്ന് ജയം അനിവാര്യം. ജോസ് ബട്ട്ലറുടെ അഭാവം രാജസ്ഥാൻ റോയൽസിന് പണിയാകും. എന്നാലും സഞ്ജു സാംസണും പരാഗും മികച്ച ഫോമിൽ തുടരുമ്പോൾ അവർക്കൊപ്പം യശസ്വി ജയ്സ്വാൾ കൂടി ഫോം കണ്ടെത്തിയ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് പവർ പ്ലേയിൽ തന്നെ റൺമഴ പെയ്യിക്കാം. അവസാന 4 മത്സരങ്ങളിലും റൺ നേടാൻ വിഷമിച്ച രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർ അത് തുടർന്നാൽ വീണ്ടും സഞ്ജു സാംസണും സംഘത്തിനും പ്ലേ ഓഫ് നിരാശ ആവർത്തിക്കാം. എന്നാൽ മാരക ഫോമിലാണ് RCB. ഒരു നാണയത്തിന് 2 വശങ്ങളെന്ന് വിശേഷിപ്പിക്കാം. രാജസ്ഥാൻ റോയൽസ് സീസണിലെ മിന്നും തുടക്കത്തിന് ശേഷം ഫോം കണ്ടെത്താൻ വിഷമിക്കുമ്പോൾ മറുഭാഗത്താണ് RCB. സീസണിലെ 8 മത്സരങ്ങളിൽ 1 മാത്രം വിജയിച്ച RCB അവസാന 6 മത്സരങ്ങളും വിജയിച്ച് റൺ റേറ്റും മറികടന്നാണ് ഇത്തവണ പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുള്ളത്. ബാറ്റിങ്ങിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന വിരാട് കോഹ്ലിക്കൊപ്പം ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസിയും തുടർച്ചയായി 5 മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറി നേടിയ രജത് പടിതാറിൻ്റെ കൂടി ബാറ്റിംഗ് വെടിക്കെട്ടി ചേർന്നാൽ RCBക്കും ബാറ്റിങ്ങിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഒപ്പം അവസാന 6 മത്സരങ്ങളിലും മികവ് തുടരുന്ന ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി കരുത്ത് കാട്ടിയാൽ എലിമിനേറ്ററിൽ 6-6 കടന്ന് RCBക്ക് ചെപ്പോക്കിൽ SRHനെ നേരിടാം. ഇനി ഇരു ടീമിൻ്റെ പ്രോബബിൾ 11 നോക്കുകയാണെങ്കിൽ അതിന് മുമ്പ് പിച്ച് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത്. അവസാന ലീഗ് സ്റ്റേജിൽ RCB ഇവിടെ ഗുജറാത്തിനെതിരെ അവസാന ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, വിൽ ജാക്സിൻ്റെ ഒക്കെ സെഞ്ചുറി കൊണ്ട് പേര് കേട്ട ഒരു പിച്ച് തന്നെയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. സോ ബാറ്റിങ്ങിന് 70% അനുകൂലമായ പിച്ചാണ് അഹമ്മദാബാദിലേത്. അതോടൊപ്പം തന്നെ 30% ബൗളിങ്ങിനും ഈ ഒരു പിച്ച് ഉപകാരപ്പെടും. കൂടുതലായും പേസ് ബൗളർമാരെ കാട്ടിയും സ്പിൻ ബൗളർമാർക്ക് അല്പം കൂടി മുൻഗണന അല്ലെങ്കിൽ മുൻതൂക്കം നൽകുന്ന പിച്ചാണ് നരേന്ദ്രമോദി. അതിനകത്ത് തന്നെ ഇരു ടീമിലും കാര്യമായ ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. രാജസ്ഥാൻ റോയൽസിൻ്റെ ലെവലിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, ജോസ് ബട്ട്ലറുടെ അഭാവം അവർക്ക് നെടിലിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. സോ ജയ്സ്വാളിനൊപ്പം ഇന്നത്തെ മത്സരത്തിലും ടോം കോളർ കാൻമോർ തന്നെയായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുന്നത്. സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, റോമാൻ പവൽ, ധ്രുവ് ജോറൽ, ആവേശ് ഖാൻ, ട്രെന്റ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ, രവിചന്ദ്രൻ അശ്വിൻ, സന്ദീപ് ശർമ്മ. ഒപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് നാന്ദ്ര ബർഗറും ഒപ്പം സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ച് കൂടി ആയതുകൊണ്ട് ഒരു പക്ഷേ കേശവ് മഹാരാജിനെ കൂടി അവർ പരിഗണിച്ചേക്കാം. RCBയുടെ നിരയിലേക്ക് എത്തുകയാണെങ്കിൽ വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലസി ഓപ്പണിംഗ് സഖ്യം, രജത് പടിതാർ, മഹിബാൽ ലോംറോ, ഗ്ലെൻ മാക്സ്വെൽ, കാമറോൺ ഗ്രീൻ, ദിനേഷ് കാർത്തിക്, യശ് ദയാൽ, മുഹമ്മദ് സിറാജ്, ലോക്കി ഫെർഗൂസൺ, കരൺ ശർമ്മ. ഒപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് മികച്ച ഫോമിൽ കളിക്കുന്ന സ്വപ്നിൽ സിംഗിനെ കൂടി RCB പരിഗണിച്ചേക്കാം. സോ ഇതാണ് ഇരു ടീമുകളുടെയും എലിമിനേറ്ററിലെ പ്രോബബിൾ ടീം എന്ന് പറയുന്നത്. കാത്തിരുന്നാണ് കാണാം ആരായിരിക്കും മെയ് 24-ന് ചെപ്പോക്കിൽ SRHനെ ക്വാളിഫയർ 2-ൽ നേരിടാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.